നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. തൃശൂർ വെങ്ങിനിശ്ശേരി കപ്പക്കാട് സഹോദരങ്ങൾ ഉൾപ്പെടെ 4 കുട്ടികൾക്ക് ഇടിമിന്നലേറ്റു. ഷട്ടിൽ കളിക്കുന്നതിനിടെയായിരുന്ന അപകടം. പൊള്ളലേറ്റ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അരമണിക്കൂർ ലോഡ് ഷെഡിംഗ്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള സമയങ്ങളിലാണ് നിയന്ത്രണം. വൈദ്യുതി മുടക്കത്തിൽ വ്യാപക പ്രതിഷേധം. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ ഭാഗികം. വാഹനങ്ങൾ തടഞ്ഞും വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ചും ഹർത്താൽ അനുകൂലികൾ. പാടൂർ ഇടിയഞ്ചിറയിലെ താൽക്കാലിക മണൽബണ്ട് പൊളിക്കാനുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ ശ്രമം തടഞ്ഞ നാട്ടുകാർ. റെഗുലേറ്റർ ഷട്ടറുകളിൽ ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കാതെയാണ് ബണ്ട് പൊളിക്കാൻ ശ്രമിച്ചതെന്ന ആക്ഷേപം. കൊടുങ്ങല്ലൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിലെ നടപ്പാത നിർമ്മാണം പ്രഹസനമെന്ന ആക്ഷേപം. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ നാട്ടുകാർ രംഗത്ത്. ആമ്പല്ലൂരിലെ സർവീസ് റോഡിൽ നിരന്തരം സ്ലാബുകൾ തകരുന്നത് അപകടക്കെണിയാകുന്നു. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വ്യാപാരി നേതാവ് മരിച്ചു. തളിക്കുളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രബോസ് ആണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. വെങ്ങിനിശ്ശേരി, ശങ്കരമംഗലം, കപ്പക്കാട് സഹോദരങ്ങൾ ഉൾപ്പെടെ 4 കുട്ടികൾക്ക് ഇടിമിന്നലേറ്റു. കരേക്കാട്ടിൽ വീട്ടിൽ ശിവകൃഷ്ണ, കരിയിൽ വീട്ടിൽ അക്ഷര, നാരായണക്കാട്ടിൽ വീട്ടിൽ ജിഷ്ണു, സഹോദരൻ സച്ചു എന്നിവർക്കാണ് മിന്നലേറ്റത്. വീടിന് സമീപത്തെ പാടത്ത് ഷട്ടിൽ കളിക്കുന്നതിനിടെ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് കുട്ടികൾക്ക് ഇടിമിന്നലേറ്റത്. കൈകാലുകൾക്ക് പൊള്ളലേറ്റ കുട്ടികളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഴയില്ലാത്ത സമയത്ത് അപ്രതീക്ഷിതമായാണ് ഇടിമിന്നലുണ്ടായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇതൊരു മൂലം വെങ്ങനിശ്ശേരി പിള്ളേർ പാടത്തേക്ക് ഷട്ടിൽ കളിക്കായിരുന്നു. അപ്പോൾ അതുണ്ടായത് പെട്ടെന്ന് ഒരു ഇടി മിന്നലും കൂടി ഒരുമിച്ച് വന്ന് പിള്ളേർ 4-5 പേര് കുറഞ്ഞു വീണു. അങ്ങനെ നേരിട്ട് ഇങ്ങനെ ലേറ്റിൽ കൊണ്ടു. ലേറ്റിൽ ബെഡിലാണെന്നപ്പോൾ ഇവിടെ ഇതായാലും കൊണ്ടുപോകാം. മഴയൊന്നും പെയ്തില്ല. ശിവകൃഷ്ണയ്ക്ക് ഇത്തിരി കാര്യമായിട്ട് പറ്റുന്നുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഒരു കാലിൻ്റെ അടിയിൽ പൊള്ളലുണ്ട്, തൊടാമ. വലിയ കുഴപ്പമില്ല. 2 പേർക്ക് തലമുടി കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരും കൊണ്ടുപോയി. വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അരമണിക്കൂർ ലോഡ് ഷെഡിംഗ്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള സമയങ്ങളിലാണ് നിയന്ത്രണം. KICB ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പീക്ക് ടൈമിൽ വാഹനങ്ങൾ ചാർജ് ചെയ്യരുതെന്നും നിർദ്ദേശം. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ചൊവ്വാഴ്ചയാണ് ഔദ്യോഗികമായി ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചത്. വേനൽ കടുത്തതോടെ വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡ് വർധനയാണ് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിലാണ് പീക്ക് ടൈമിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എരുമപ്പെട്ടിയിലെ KICB കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ അർദ്ധരാത്രി ജനങ്ങളുടെ പ്രതിഷേധം. മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്നാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങിയ 100 കണക്കിന് ഉപഭോക്താക്കൾ പ്രതിഷേധിച്ചത്. എരുമപ്പെട്ടി, കടങ്ങോട്, വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ഉപഭോക്താക്കളാണ് കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ അർദ്ധരാത്രിയിലെത്തി പ്രതിഷേധിച്ചത്. പ്രതിഷേധം ചൊവ്വാഴ്ച പുലർച്ചെ 4 വരെ നീണ്ടു. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കുട്ടികളുമായി സ്ത്രീകളും വൈദ്യുതി ഓഫീസിലെത്തിയിരുന്നു. പലരും പായ വിരിച്ച് ഓഫീസിനുള്ളിലും പുറത്തും കിടന്ന് പ്രതിഷേധിച്ചു. KICB ഓഫീസിൽ തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് കറണ്ടില്ലാതെ വലഞ്ഞ വിവിധ പ്രദേശങ്ങളിലുള്ളവർ നേരിട്ട് ഓഫീസിലെത്തിയത്. സ്ഥലത്തെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് നാട്ടുകാരും പോലീസും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റത്തിന് ഇടയാക്കി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുണ്ടന്നൂർ സെക്ഷന് കീഴിലെ പല പ്രദേശങ്ങളിലും പകലും രാത്രിയിലും നിരന്തരം വൈദ്യുതി തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും രാത്രിയിൽ ഒട്ടും വൈദ്യുതി ലഭിക്കാത്ത അവസ്ഥയാണ്. ഇതുമൂലം കുട്ടികളും പ്രായമായവരും കിടപ്പ് രോഗികളും ഉൾപ്പെടെയുള്ളവർ ഏറെ ബുദ്ധിമുട്ടിലാണ്. പ്രധാന ഫീഡറിൽ തകരാർ സംഭവിച്ചതാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത്. അതേസമയം തകരാർ പരിഹരിക്കുവാനും മറ്റും രാത്രികാലങ്ങളിൽ ആവശ്യമായ ജീവനക്കാരില്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും രാത്രിയിൽ 2 ലൈൻമാൻമാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പറയുന്നു. പ്രതിഷേധക്കാരുടെ ആവശ്യപ്രകാരം ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. അതേസമയം പവർ കട്ട് ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ചെറിയ തകരാറാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. വൈദ്യുതി തകരാർ പരിഹരിക്കാൻ കഴിയുമായിരുന്നിട്ടും ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അനാസ്ഥയാണ് വൈദ്യുതി തടസ്സത്തിന് ഇടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. TCV എരുമപ്പെട്ടി.
അറിയിപ്പ് നൽകാതെ വൈദ്യുതി കളഞ്ഞ് ജനങ്ങളെ വലയ്ക്കുന്ന കെഎസ്ഇബിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര കെഎസ്ഇബി ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തി. യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാനാൾ, മണ്ഡലം പ്രസിഡന്റുമാരായ സുരേഷ് കലാമണ്ഡലം, എ.യു. അബ്ദുറഹ്മാൻ, എൻ.ടി. വിപിൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സൂരജ്, വരുൺ, ഹുസൈൻ, നികേഷ്, അജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കാതെ നടത്തുന്ന അനധികൃത ലോഡ് ഷെഡിങ്ങിനെതിരെ പഴഞ്ഞി കെഎസ്ഇബി സെക്ഷൻ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. വരും ദിവസങ്ങളിലും ലോഡ് ഷെഡിംഗ് തുടരുമെന്ന് സർക്കാർ നിലപാട് ജനങ്ങളോടുള്ള ധാർഷ്ട്യമാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പുന്നയൂർകുളം മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് റഹീസ് സമരം ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി അഷ്കർ അറക്കൽ, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നാസർ കെ, ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷജീർ പതിയാനവളപ്പിൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വൈദ്യുതി തടസ്സത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിളിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ടെലിഫോൺ എടുക്കുന്നില്ലെന്നും കൃത്യമായ മറുപടി നൽകുന്നില്ലെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥരുടെ ഈ വീഴ്ചയ്ക്കെതിരെ മേലാധികാരികൾക്ക് പരാതി നൽകിയതായും വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയെ കാര്യമായി ബാധിച്ചില്ല. ജില്ലയിൽ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഓട്ടോറിക്ഷകളും സർവീസ് നടത്തി. കടകമ്പോളങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിച്ചു. അതേസമയം ചില സ്ഥലങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തു. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, പിന്നീട് വിട്ടയച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജവും KPMS അടക്കമുള്ള സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും രാഷ്ട്രീയ പാർട്ടികളൊന്നും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നില്ല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പ്രൈവറ്റ് ബസ് ഉടമസ്ഥ സംഘടന, കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ ഹർത്താലുമായി സഹകരിച്ചിരുന്നില്ല. ഇരിങ്ങാലക്കുടയിൽ ഹർത്താൽ അനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തുകയായിരുന്ന KSRTC സ്വകാര്യ ബസ്സുകളാണ് തടഞ്ഞത്. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയാണ് ബസ് സർവീസുകൾ പുനഃസ്ഥാപിച്ചത്. പിന്നീട് ബസ് സ്റ്റാൻഡിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ച് സുരക്ഷ ഉറപ്പാക്കി. അതേസമയം ഒരു വിഭാഗം ബസ്സുകൾ സമരത്തെ അനുകൂലിച്ച് സർവീസ് നടത്തിയില്ല. ഹർത്താലിന്റെ ഭാഗമായി കൈരളി പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ ശവപ്പെട്ടി വഹിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക വിലാപയാത്ര നടത്തി. താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KA രമേശൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കൊടുങ്ങല്ലൂർ, KV സുരേഷ്, MR സിദ്ധാർത്ഥൻ, ഗോകുൽ, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പ്രതാപൻ, രഞ്ജിത്ത്, സദൻ ചാപ്പാറ, പൊന്നൻ, ഷർമിള, സുമേഷ്, മണി തേർപ്പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകും ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകൾ തുടരുന്നു.
ഹർത്താലിൽ ചാലക്കുടിയിൽ യാത്രക്കാർ ദുരിതത്തിലായി. മാള, ഇരിങ്ങാലക്കുട ഭാഗങ്ങളിൽ ബസ്സുകൾ തടഞ്ഞതിനാൽ ചാലക്കുടിയിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവെച്ചു. രാവിലെ ആദ്യ ട്രിപ്പുകൾ ഓടിയ ബസ്സുകളെല്ലാം തിരിച്ചെത്തി സ്റ്റാൻഡിൽ നിർത്തിയിട്ടു. മേലൂർ റൂട്ടിലേക്ക് മാത്രമാണ് പിന്നീട് ബസ്സുകൾ സർവീസ് നടത്തിയത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാർ ഏറെ നേരം നട്ടം തിരിഞ്ഞു. കോടശ്ശേരി കുറ്റിച്ചിറയിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ ഏതാനും ഹർത്താൽ അനുകൂലികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കടകമ്പോളങ്ങളെല്ലാം സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച് കേരളീയ പട്ടിക ജനസമാജം പ്രവർത്തകർ കയ്പമംഗലത്ത് പ്രകടനം നടത്തി. 3 പീടികയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം 3 പീടിക ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി MS വിജയൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VP ജയൻ, ജില്ലാ സെക്രട്ടറി TG ശശി, AV ബാബു എന്നിവർ സംസാരിച്ചു. KK ഗിനീഷ്, ശൈലജ രാമകൃഷ്ണൻ, NV സതീശൻ, KM ബാബു, അമ്പിളി കോഴിത്തുമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹർത്താൽ അനുകൂലികൾ തൃപ്രയാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ആക്ഷൻ കൌൺസിൽ ഏരിയ കൺവീനർ KK സുരേഷ്, ജില്ലാ ജോയിന്റ് കൺവീനർമാരായ NV രമേഷ് കുമാർ, MA ഗഫൂർ, പ്രസാദ് അന്തിക്കാട്, റിനീഷ് വലപ്പാട്, TV മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹർത്താൽ ചാവക്കാട് മേഖലയിൽ ബാധിച്ചില്ല. കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. വാഹന ഗതാഗതം സാധാരണ നിലയിലായിരുന്നു. ബസ് സർവീസുകൾ നടത്തി. ഓഫീസുകൾ തുറന്നു പ്രവർത്തിച്ചു. ഹർത്താലിന്റെ ഭാഗമായി മാളയിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്ത നേതാക്കളെയും പ്രവർത്തകരെയും മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. KPMS സംസ്ഥാന സംഘടനാ സെക്രട്ടറി ലോചന നമ്പാട്ട്, അഡ്വക്കേറ്റ് CK രാധാകൃഷ്ണൻ, VK കാർവർണൻ, വിനയൻ മംഗലംപിള്ളി, PC ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് കസ്റ്റഡിയിലെടുത്തത്. ചില സ്ഥലങ്ങളിൽ വ്യാപാരികളുമായി തർക്കങ്ങളുണ്ടായി. രാവിലെ കസ്റ്റഡിയിലെടുത്ത നേതാക്കളെയും പ്രവർത്തകരെയും താക്കീത് നൽകി വിട്ടയച്ചു. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകളിൽ ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കാതെ താൽക്കാലിക മണ്ണ് ബണ്ട് പൊളിക്കാനുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ നീക്കം നാട്ടുകാർ തടഞ്ഞു. റെഗുലേറ്ററിന് ഇരുവശവും സ്ഥാപിച്ച മണൽ ബണ്ട് നീക്കം ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് സമരസമിതിയും നാട്ടുകാരും ചേർന്ന് തിരിച്ചയച്ചത്. 8 കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് റെഗുലേറ്റർ നവീകരണം പൂർത്തിയാക്കിയത്. നിർമ്മാണം പൂർത്തിയായെന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും ഷട്ടറുകൾക്കിടയിലൂടെ ഇപ്പോഴും വെള്ളം ചോരുന്നുണ്ടെന്നും കൃത്യമായി ലീക്ക് ടെസ്റ്റ് നടത്താതെ ബണ്ട് പൊളിച്ചാൽ കുടിവെള്ള സ്രോതസ്സുകളിലും കൃഷിയിടങ്ങളിലും ഉപ്പുവെള്ളം കയറുമെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. പെരിങ്ങാട് പുഴയിൽ നിന്നും KLDC കനാലിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ എല്ലാ വർഷവും ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഇവിടെ താൽക്കാലിക ബണ്ട് നിർമ്മിക്കാറുള്ളത്. ശക്തമായ ഒഴുക്കിൽ ബണ്ട് തകരുന്നത് പതിവായതോടെയാണ് ഇതിന് ശാശ്വത പരിഹാരമെന്നോണം 8 കോടി രൂപ ചിലവഴിച്ച് ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരിച്ചത്. എന്നാൽ കോടികൾ ചിലവഴിച്ചിട്ടും റെഗുലേറ്ററിന്റെ ഷട്ടറുകളിലെ ചോർച്ച പൂർണ്ണമായും അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രദേശവാസിയായ ഷൈൻ മുല്ലശ്ശേരി പറഞ്ഞു. നമ്മളെന്തായാലും ഉപ്പുവെള്ളം കുടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തുള്ള എല്ലാ ജനങ്ങളും കഴിയുന്നത്. അപ്പോൾ നാളെ നമ്മളുടെ ഭാവിയിലുള്ള കുട്ടികൾക്കും നമ്മളെ കുടുംബങ്ങൾക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ ബാധ്യതയോ നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നാളെ വരുന്ന അവർ എഞ്ചിനീയർമാരായിക്കോട്ടെ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരായിക്കോട്ടെ, അവർ നമുക്ക് ഇതിൻ്റെ ലീക്കില്ലാന്ന് നമുക്ക് കാണിച്ച് തെളിവ് തന്നാൽ മാത്രമേ നമ്മൾ ഇതിന് സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഉണ്ടാവും. ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഇടിയഞ്ചിറ സംരക്ഷണ പൗരസമിതി ഭാരവാഹികൾ അറിയിച്ചു. TCV ന്യൂസ് പാവറട്ടി. ദേശീയപാത 66-ലെ നടപ്പാത നിർമ്മാണം പ്രഹസനമായി മാറുകയാണെന്ന് ആക്ഷേപം. കൊടുങ്ങല്ലൂരിലെ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ സർവീസ് റോഡിനോട് ചേർന്ന് സിമന്റ് കട്ട പാകി നിർമ്മിക്കുന്ന നടപ്പാതയെക്കുറിച്ചാണ് ആക്ഷേപം ഉയരുന്നത്. യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് നടപ്പാത നിർമ്മാണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മണ്ണ് നിരപ്പാക്കാതെയും വൈബ്രേറ്റർ ഉപയോഗിക്കാതെയുമാണ് നിർമ്മാണം. സിമന്റ് കട്ട നിരത്തുന്നതിന് മുൻപ് ബേബി മെറ്റലോ GSBയോ ഇടുന്ന പതിവും ഇവിടെ പാലിക്കുന്നില്ല. വെറും മണ്ണിൽ സിമന്റ് കട്ടകൾ നിരത്തിവയ്ക്കുക മാത്രമാണിപ്പോൾ നടക്കുന്നത്. പരാതി ഉയർന്നതിനെ തുടർന്ന് ഒരു വൈബ്രേറ്റർ മെഷീൻ കൊണ്ടുവന്നതൊഴിച്ചാൽ നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് ആക്ഷേപം. ഇവർ ചെയ്യുന്നത് കുറച്ച് വേസ്റ്റ് മണ്ണിട്ടിട്ട് പൂഴി മണ്ണ് ഇവിടെ കാണുന്ന സാധാരണ മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെറുതെ ഇങ്ങനെ നിരത്തി വെച്ച് പോവുകയാണ്. എങ്ങനെയോ വെറുതെ വിരിച്ചങ്ങോട്ട് ഓടി പോവുകയാണ്. ഇത് വളരെ മോശമാണ്. ഇത് ജനങ്ങളുടെ നികുതിപ്പണമാണിത്. ഇത് എത്രയും പെട്ടെന്ന് ഈ അധികാരികൾ, ഈ ഇതിലൂടെ കാണുന്ന അധികാരികൾ എത്രയും പെട്ടെന്ന് വന്ന് ഇത് നേരിൽ വന്ന് കാണണം. ചെറിയൊരു മഴ പെയ്താൽ പോലും മണ്ണൊഴുകിപ്പോയി നടപ്പാത തകരുന്ന സ്ഥിതിയാണുള്ളത്. ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ദേശീയപാതയുടെ
അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് റോഡിന്റെ നിലവാരം പോലും ഇല്ലെന്നതാണ് വസ്തുത. നിർമ്മാണത്തെക്കുറിച്ച് പരാതി പറയാൻ ഒരു ഉദ്യോഗസ്ഥനെ പോലും കണ്ടുകിട്ടാനില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതര സംസ്ഥാനക്കാരായ കരാർ കമ്പനി തൊഴിലാളികളോട് ആശയവിനിമയം നടത്തുന്നത് എളുപ്പമല്ലാത്തതിനാൽ ചോദിക്കാൻ ആളില്ലാത്ത അവസ്ഥയിൽ കാട്ടിലെ തടി തേവരുടെ ആന എന്ന രീതിയിലാണ് ദേശീയപാതയിലെ പല നിർമ്മാണങ്ങളും നടക്കുന്നത്. TCV കൊടുങ്ങല്ലൂർ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ ഭാഗത്ത് സർവീസ് റോഡിൽ ഇടയ്ക്കിടെ സ്ലാബുകൾ തകരുന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ ഗോകുലം ഹോട്ടലിന്റെ മുൻവശത്തോട് ചേർന്നാണ് 2 ദിവസം മുൻപ് സ്ലാബ് തകർന്നത്. ഇതിനു മുൻപ് ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ നിരവധി തവണയാണ് സ്ലാബ് തകർന്നത്. ഇരുചക്ര വാഹനങ്ങളടക്കം പോകുന്ന വഴിയിൽ സ്ലാബുകൾ തകരുന്നത് വലിയ അപകട ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. സർവീസ് റോഡുകളിൽ സ്ലാബ് തകരുന്നതിന് പരിഹാരം കാണാൻ ദേശീയപാത അതോറിറ്റി ഇടപെടണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് ടോറസ് ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ വ്യാപാരി നേതാവ് മരിച്ചു. തളിക്കുളം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഏങ്ങൂർ ചന്ദ്രബോസ് ആണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ഗണേശമംഗലം സീപ്പേൾ ബാറിനടുത്ത് വെച്ചായിരുന്നു അപകടം. വാടാനപ്പള്ളി ഭാഗത്തു നിന്നും പാവറട്ടിയിലേക്ക് ഡോക്ടറെ കാണാൻ പോവുകയായിരുന്ന ചന്ദ്രബോസ് സഞ്ചരിച്ച ബൈക്കിന്റെ ഹാൻഡിലിൽ അതേ ദിശയിൽ വന്ന ടോറസ് ലോറി തട്ടിയതിനെ തുടർന്ന് ചന്ദ്രബോസ് ലോറിയുടെ അടിയിലേക്ക് മറിഞ്ഞു വീഴുകയും ലോറിയുടെ പിൻചക്രം തലയിലൂടെ കയറിയിറങ്ങി തൽക്ഷണം മരണപ്പെടുകയുമായിരുന്നു. അപകടത്തെ തുടർന്ന് ഹൈവേയിൽ അരമണിക്കൂറോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ചാവക്കാട് സ്വദേശി മരിച്ചു. തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് സമീപം എടശ്ശേരി ബദറുവിന്റെ മകൻ 20 വയസ്സുള്ള ഫഹദാണ് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയായിരുന്നു അപകടം. മദീൻ അക്കാദമിയിലെ വിദ്യാർത്ഥിയായ ഫഹദ് ഇതേ സ്ഥാപനത്തിലെ അധ്യാപകനുമായി ബൈക്കിൽ സഞ്ചരിക്കവേ ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 2 പേർക്കും സാരമായി പരിക്കേറ്റിരുന്നു. അധ്യാപകനായ അസ്ലം അഹസനി അപകട സമയം തന്നെ മരണപ്പെട്ടിരുന്നു. പരിക്കേറ്റ ഫഹദ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കുടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ചമയ പ്രദർശനം ആരംഭിച്ചു. കൊട്ടിലാക്കൽ പറമ്പിലെ പഴയ ഓഫീസ് കെട്ടിടത്തിലാണ് ചമയ പ്രദർശനം നടക്കുന്നത്. തിടമ്പേറ്റുന്ന ആനയ്ക്കും ഇടതും വലതും നിൽക്കുന്ന ഗജവീരന്മാർക്കും തങ്കത്തിൽ തീർത്ത നെറ്റിപ്പട്ടവും മറ്റാനകൾക്ക് വെള്ളിയിൽ തീർത്ത നെറ്റിപ്പട്ടവും അണിയിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഇരിങ്ങാലക്കുട കുടൽമാണിക്യം ക്ഷേത്രം. കൂടാതെ കുടകളുടെ അരികും തങ്കത്തിലും വെള്ളിയിലുമാണ് അലങ്കരിച്ചിരിക്കുന്നത്. ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി നിർവഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ രാധേഷ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കുടൽമാണിക്യം ക്ഷേത്രത്തിലെ ആനപ്പടിയുടെ സമർപ്പണം നടന്നു. ആനപ്പടിയുടെ സമർപ്പണം ക്ഷേത്രം മേൽശാന്തി പുത്തില്ലത്ത് നീലകണ്ഠൻ നമ്പൂതിരി നിർവഹിച്ചു. കുടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി അധ്യക്ഷനായി. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സൺ, ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രോത്സവത്തിലെ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി കിഴക്കേ നടയുടെ സമീപത്താണ് പഴയ ആനപ്പടി പൊളിച്ച് വീതി കൂട്ടി പുനർനിർമ്മിച്ചത്. ഇരിങ്ങാലക്കുട കുടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സൺ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇതോടെ കുട്ടൻകുളത്തിന് സമീപത്ത് നിർമ്മിച്ച ബഹുനില അലങ്കാര പന്തലും ദീപാലങ്കൃതമായി. കുടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി അധ്യക്ഷനായി. കൌൺസിലർമാരായ PV ശിവകുമാർ, സ്മിത കൃഷ്ണകുമാർ, രാഘവൻ മുളങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു. കാരണം ഉത്സവത്തിന്റെ ലഹരിയാണ്. ഈ ഉത്സവത്തിന്റെ ലഹരിക്ക് മാറ്റുകൂട്ടുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഇരിങ്ങാലക്കുട കുടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. രാത്രിയിലെ ആചാര്യവരണത്തിന് ശേഷമാണ് കൊടിയേറ്റം നടന്നത്. തന്ത്രി നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ നഗരമണ്ണ് ഋഷികേശ് നമ്പൂതിരിയാണ് കൊടിയേറ്റം നടത്തിയത്. കൊടിയേറ്റിന് മുന്നോടിയായി രാവിലെ ബ്രഹ്മകലശപൂജ, പരികലശപൂജ, കുംഭേശ കലശപൂജ, എതൃത്വപൂജ, ഉച്ചപൂജ, ബ്രഹ്മകലശാഭിഷേകം എന്നിവ നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 ശീവേലിയും രാത്രി 9:30 വിളക്കെഴുന്നള്ളിപ്പും നടക്കും. ബുധനാഴ്ച രാത്രി 7 പുറത്തെ പന്തലിൽ സാംസ്കാരിക സമ്മേളനത്തോടെ കലാപരിപാടികൾ ആരംഭിക്കും.
ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ആറാട്ട് ദിവസമായ മെയ് 8-ന് ഇരിങ്ങാലക്കുട നഗരസഭാ പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അവധി പ്രഖ്യാപിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് മാനസിക വൈകല്യമുള്ള കാശ്മീരി യുവാവിനെ കണ്ടെത്തിയ സംഭവത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ. തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിനെ കശ്മീർ പോലീസും ബന്ധുവും എത്തി നാട്ടിലേക്ക് കൊണ്ടുപോയി. മുഷ്താഖ് അഹമ്മദ് പണ്ഡിറ്റ് എന്ന 45 വയസ്സുള്ള ബിലാൽ പണ്ഡിറ്റിനെയാണ് കഴിഞ്ഞ 21-ന് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കണ്ടെത്തിയത്. ഭക്തർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കരുതൽ തടങ്കലിലാക്കി. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇയാൾ മാനസിക രോഗിയാണെന്നും ഇയാളെ കാണാനില്ലെന്ന് ബന്ധുക്കൾ നൌഗ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ടെമ്പിൾ പോലീസ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ഇയാളെ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നൌഗാം SI രവീന്ദർ സിംഗ്, മുസ്താഖിന്റെ അച്ഛന്റെ സഹോദരന്റെ മകൻ ഷെബീർ അഹമ്മദ് പണ്ഡിറ്റ് എന്നിവരാണ് ഗുരുവായൂരിലെത്തിയത്. തൃശൂർ റേഞ്ച് DIG T നാരായണൻ, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ഗുരുവായൂർ ടെമ്പിൾ SHO വിനോദ് വലിയാട്ടൂർ എന്നിവർ ഇവരുമായി സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഗുരുവായൂരിൽ തീവ്രവാദി എത്തിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായും കാശ്മീർ പോലീസുമായും ബന്ധപ്പെട്ടതിൽ നിന്നും തീവ്രവാദ ബന്ധമൊന്നുമില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തെ നമ്മൾ വെരിഫൈ ചെയ്തു. അദ്ദേഹം കശ്മീരിക്കാരനാണ്. അവിടുത്തെ കുറച്ച് മെന്റൽ അസുഖമായിട്ടുള്ള ആൾ തോന്നുന്നതാണ്. അദ്ദേഹത്തിന് അവിടുത്തെ വീട് വിട്ടിട്ട് കറങ്ങി നടക്കുന്നതാണ്. നമ്മൾ ഫാമിലി കോൺടാക്ട് ചെയ്തു, അവിടുത്തെ ലോക്കൽ പോലീസ് കോൺടാക്ട് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ ആൻറ്റിസിഡൻറ്റ് നമ്പർ വെരിഫൈ ചെയ്തു. അതിൽ അങ്ങനെ ഇവർക്ക് ഒരു റാഡിക്കലായിട്ടുള്ള ഒരു എലിമെൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല നമുക്ക്. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് മാനസിക അസ്വസ്ഥതയുള്ളത് കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലെ കുപ്വാര സ്വദേശിയായ മുസ്താഖ് വൈദ്യുതി വിഭാഗം ജീവനക്കാരനായിരുന്നു. അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തിൽ ഇയാൾ 2011-ൽ ഭാര്യയെ കൊലപ്പെടുത്തുകയും 12 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ച ഇയാൾ രാജ്യം മുഴുവൻ കറങ്ങി നടക്കുകയായിരുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറിയിറങ്ങുന്ന ഇയാൾ മലപ്പുറം ജില്ലയിലെ ഷഹബാസ് ഷരീഫ് ദർഗയിൽ നിന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയുന്നത്. മാർച്ച് 19 വരെ ഇയാൾ ബന്ധുക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ SHO വിനോദ് വലിയാട്ടൂർ പറഞ്ഞു. കാശ്മീരിൽ നൌഗാം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഇയാളുടെ വീട്. അപ്പോൾ പൂർണ്ണമായിട്ട് പോലീസ് അതിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ നൌഗാമിൽ വെച്ചിട്ട് ഇയാള് ഭാര്യയെ 2011-ൽ ഒരു മർഡർ കേസ് ഉണ്ട്, ചില ഫാമിലി പ്രശ്നങ്ങളുടെ മുകളിലാണ്. അതിനുശേഷം ഇയാൾ അവിടെ സെൻട്രൽ ജയിലിൽ കിടക്കുകയായിരുന്നു. അവിടെ വെച്ച് ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ വന്നു എന്നും പിന്നീട് മാനസികരോഗിയായിട്ട് അലഞ്ഞിരിക്കുന്നു. TCV ഗുരുവായൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. French Dairy Pistachio Kunafa Bar. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. ചേലക്കര തോട്ടുപാലം സ്വദേശി അൻസാർ അലിയുടെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതിയായ സഹോദരൻ അൻവർ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസമാണ് അൻസാർ അലിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അൻസാറിന്റെ തലയിലേറ്റ ഗുരുതരമായ മുറിവാണ് മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.
ഇതോടെയാണ് സംശയ നിഴലിലായിരുന്ന സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കിടയിലുള്ള തർക്കമാണ് വലിയ ക്രൂരകൃത്യത്തിൽ കലാശിച്ചത്. പുലർച്ചെ വീട്ടിലുണ്ടായ തർക്കത്തിന് പിന്നാലെ അൻസാർ കൊല്ലപ്പെട്ടതായും തുടർന്ന് പ്രതി വീട് പുറത്തുനിന്ന് പൂട്ടി കടന്നുകളഞ്ഞതായും പോലീസ് കരുതുന്നു. കസ്റ്റഡിയിലുണ്ടായിരുന്ന അൻവറിനെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതോടെയാണ് കുറ്റം സമ്മതിച്ചത്. 56 ഗ്രാം MDMAയുമായി യുവാവ് അന്തിക്കാട് പോലീസിന്റെ പിടിയിലായി. മണലൂർ അയ്യപ്പങ്കാവ് സ്വദേശി മേനൂത്ത് പറമ്പിൽ വീട്ടിൽ ശ്രീജിലാണ് അറസ്റ്റിലായത്. ബാംഗ്ലൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷനും വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നതിന്റെ മറവിലാണ് ഇയാൾ രാസലഹരി വിൽപ്പന നടത്തിവന്നിരുന്നത്. ചേലക്കര കിള്ളന്നൂരിൽ ഗൃഹനാഥനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾക്ക് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കിള്ളന്നൂർ സ്വദേശി സിജോ, പനയാമ്പാടം അത്താണി സ്വദേശി നിശാന്ത് എന്നിവരെയാണ് തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2013 തൊമ്മാന വിൻസെന്റിന്റെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയത്. കേസിലെ മറ്റ് 2 പ്രതികളെ 1 വർഷം കഠിന തടവും 10,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി KP അജയ്കുമാർ കോടതിയിൽ ഹാജരായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച കാഞ്ഞിരക്കോട് കൊരട്ടിയാംകുന്ന് സ്വദേശി സുരേഷിന്റെ സംസ്കാരം നടത്തി. ശരീരഭാഗങ്ങളിലെ DNA പരിശോധന നടത്തിയാണ് സുരേഷിന്റെ മരണം സ്ഥിരീകരിച്ചത്. തെക്കുംകരയിലെ തറവാട് വീട്ടിലും കാഞ്ഞിരക്കോടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ചെറുതുരുത്തി ശ്മശാനത്തിൽ സംസ്കരിച്ചു. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ തീപിടുത്തം. ഉച്ചയ്ക്ക് 12:45 കാട്ടങ്ങുച്ചിറയിലെ സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിൽ തീപിടുത്തമുണ്ടായത്. വരാന്തയിൽ സ്ഥാപിച്ചിരുന്ന മീറ്റർ ബോക്സിനോട് ചേർന്നുള്ള സർവീസ് വയറിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാണ് തീ പടർന്നതെന്നാണ് നിഗമനം. വയറിംഗും മീറ്റർ ബോക്സും മറ്റും കത്തി നശിച്ചു. കനത്ത പുകയാണ് സ്റ്റേഷനകത്തുയർന്നത്. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തി. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചു. നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള CCTVകളുടെ കൺട്രോൾ യൂണിറ്റും സ്റ്റേഷനിലെ ഫയർ റൂം എല്ലാം പ്രവർത്തിക്കുന്നത് ഇതിന് തൊട്ടടുത്താണ്. അവിടേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല. കാട്ടകാമ്പാൽ പൂരം കഴിഞ്ഞ് മടങ്ങിയ കുടുംബത്തിന് നേരെ ആക്രമണം. 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന എടപ്പാൾ സ്വദേശി സുബീഷ്, ഭാര്യ ബിൻസി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് രാമപുരം സ്വദേശികളായ ആദർശ്, ഋതുൽ, സൂരജ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. തിങ്കളാഴ്ച രാത്രി 9 രാമപുരം ഡിസ്പെൻസറിക്ക് സമീപം വെച്ചായിരുന്നു സംഭവം. രാമപുരത്തുള്ള അമ്മാവന്റെ വീട്ടിൽ പൂരം കാണാനെത്തിയതായിരുന്നു സുബീഷും കുടുംബവും. സുബീഷിന്റെ മാമന്റെ മകൻ പ്രണവും പ്രതികളും ഒരേ ക്ലബിലെ അംഗങ്ങളാണ്. പൂരത്തിനിടെ പ്രതികൾ മറ്റൊരു കമ്മിറ്റി അംഗങ്ങളുമായി വാക്കുതർക്കത്തിൽ ഉന്തും തള്ളും ഏർപ്പെട്ടിരുന്നു. ഇതിനെ പ്രണവ് ചോദ്യം ചെയ്തതോടെ പ്രതികൾ പ്രണവുമായി തർക്കത്തിലാവുകയായിരുന്നു. ബന്ധുവായ സുബീഷ് വിഷയത്തിൽ ഇടപെടുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിലുള്ള വിരോധം വെച്ചാണ് പ്രതികൾ സുബീഷിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ആക്രമണത്തിൽ സുബീഷിന്റെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ സുബീഷും ഭാര്യ ബിൻസിയും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം വലിയങ്ങാടിയിൽ ഗുഡ്സ് ഓട്ടോ മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്കേറ്റു. പുത്തൻപള്ളിക്ക് സമീപത്തെ തിരിവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോ റോഡരികിലെ കാനയുടെ സ്ലാബിലേക്ക് ഇടിച്ചു കയറി റോഡിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. വേനൽക്കാലത്തിന് ആശ്വാസമായി ചാലക്കുടിയിൽ പൊടിപൊടിക്കുകയാണ് പ്രിയൂർ മാമ്പഴ കച്ചവടം. കിലോയ്ക്ക് 50 രൂപ മുതൽ 80 രൂപ വരെയാണ് വില. ചാലക്കുടിയിലെ വഴിയോരങ്ങളിൽ എവിടെ നോക്കിയാലും മാങ്ങാക്കൂമ്പാരം കാണാം. നാടൻ പ്രിയൂർ മാങ്ങ വാങ്ങാൻ ആളുകൾ മത്സരിക്കുകയാണ്. പെട്ടിക്കണക്കിന് മാങ്ങകൾ എത്തിയിട്ടും വൈകുന്നേരമാകുമ്പോൾ അവയെല്ലാം വിറ്റഴിയും. വെള്ളിക്കുളം റോഡിൽ ബ്രൈറ്റ് സ്റ്റാർ ക്ലബിന് സമീപത്തെ വെള്ളാഞ്ചിറ സ്വദേശി പാറപറമ്പിൽ അനിലിന്റെ കച്ചവടത്തിൽ കിലോയ്ക്ക് 50 രൂപയാണ് വില. സുഹൃത്ത് വിബീഷ് മൊത്തക്കച്ചവടത്തിലെടുത്ത മാങ്ങകളാണ് അനിലിന്റെ വിൽപ്പന.
മൂവാണ്ടൻ, കോമാങ്ങ തുടങ്ങിയ മാമ്പഴ ഇനങ്ങളെല്ലാം ഉണ്ടെങ്കിലും പ്രിയൂരാണ് താരം. വേനൽ വൈകിയത് പ്രിയൂർ മാങ്ങ കച്ചവടത്തിന് ലോട്ടറിയായി. അപ്പോൾ പ്രിയൂരുമായാണ് ഇപ്പോഴത്തെ മെയിൻ കച്ചവടം. അതിപ്പോൾ വേനലിൻ്റെ ചൂട് കാരണം ഇപ്പോൾ നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്. അല്ല ഇനിയും വലിയ കുറച്ചിലുണ്ടാവില്ല, എന്നാലും ഈ റേഞ്ചിനൊക്കെ കുറച്ചാൾ പോവും. കൂടുതൽ മഴയേറ്റാൽ പ്രിയൂർ മാങ്ങകൾക്കുള്ളിൽ പുഴുക്കളുണ്ടാകും. പ്രതിസന്ധി തരണം ചെയ്യാൻ മൊത്ത കച്ചവടക്കാർ മഴയ്ക്ക് മുമ്പേ മാവുകൾ കാലിയാക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ഇനിയും ചെറിയ തോതിൽ വില കുറയാനും സാധ്യതയുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. അതേസമയം പ്രിയൂർ മാമ്പഴത്തിനകത്തെ പുഴുക്കളുടെ സാന്നിധ്യം ഇല്ലാതാക്കാൻ പറിച്ചെടുക്കുന്ന പച്ചമാങ്ങകൾ ഇളം ചൂടുവെള്ളത്തിൽ 5 മിനിറ്റോളം ഇട്ട് വച്ചതിന് ശേഷം ഇവ പിന്നീട് തുടച്ചെടുത്ത് മാറ്റിവെച്ചാൽ കേടില്ലാതെ ഭക്ഷിക്കാനാവുമെന്നാണ് കർഷകരുടെ ഭാഷ്യം. TCV ചാലക്കുടി. പഴയന്നൂർ തിരുവില്ലാമല റോഡരികിൽ മാലിന്യ കൂമ്പാരമാകുന്നു. റോഡ് അരികുകളിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം വലിച്ചെറിയുകയാണ്. ആൾതാമസമില്ലാത്ത പ്രദേശങ്ങൾ നോക്കിയാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. ചീരക്കുഴി ജലസേചന പദ്ധതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് സമീപമുള്ള റോഡ് മാലിന്യം കുന്നുകൂടിയ നിലയിലാണ്. എന്നാൽ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. വടക്കേത്തറ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം വരെ റോഡിന് സമീപം ജനതാമസം ഇല്ലാത്തതിനാൽ രാപ്പകൽ ഭേദമില്ലാതെയാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. പ്രദേശത്ത് CCTV ക്യാമറ സ്ഥാപിക്കണം എന്നുള്ള ആവശ്യവും ശക്തമാണ്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും യോഗം ചേർന്നു. പഞ്ചായത്തിൽ വകയിരുത്തിയ തുക അപര്യാപ്തമായ സാഹചര്യത്തിൽ 5 ലക്ഷം രൂപ അധികമായി കണ്ടെത്തിയാൽ മാത്രമേ അടുത്ത 1 മാസത്തോളം കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിയൂവെന്ന് ഭരണസമിതി അറിയിച്ചു. കനത്ത ചൂടും മലയോര മേഖലയിൽ ഭൂവിസ്തൃതി കൂടിയ പഞ്ചായത്തുമായതിനാലാണ് തുക അപര്യാപ്തമായത്. കളക്ടറെ കണ്ട് പ്രശ്നം അവതരിപ്പിക്കാനും നേതാക്കളുടെയും ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ പ്രാദേശികമായി ധനസമാഹരണം നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സാന്റോ നന്ദിപുലം, P. ഗോപാലകൃഷ്ണൻ, സന്തോഷ് തണ്ടാശ്ശേരി, ബെന്നി ചാക്കപ്പൻ, രാജ്കുമാർ കടുന്തയിൽ എന്നിവർ സംസാരിച്ചു. കുറ്റുമുക്ക് ശിവരഞ്ജനി ബാലാജി കലാഭവൻ ഡാൻസ് തിയേറ്റർ സ്കൂളിന്റെ 24ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കതിവന്നൂർ വീരന്റെ കഥയ്ക്ക് പടവാളി എന്ന പേരിൽ വേറിട്ട രംഗഭാഷ്യം ഒരുങ്ങുന്നു. ഈ മാസം 30-ന് വൈകിട്ട് തൃശൂർ റീജിയണൽ തിയേറ്ററിലാണ് പടവാളി അരങ്ങേറുക. തെയ്യത്തെ ആസ്പദമാക്കി സ്ത്രീകൾ മാത്രം അണിനിരക്കുന്ന ഈ തിയേറ്റർ ആവിഷ്കാരത്തിൽ 80ഓളം പേർ പങ്കെടുക്കും. പടവാളിയുടെ രചന, സംഗീതം, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് മിഥുൻ മലയാളമാണ്. സാംസ്കാരിക പ്രവർത്തകരും നിർമ്മാതാവുമായ രാജീവ് മേനോൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. ശിവരഞ്ജനി ബാലാജി കലാഭവൻ ഡാൻസ് തിയേറ്റർ സ്കൂൾ പ്രസിഡന്റ് RLV കവിത, മിഥുൻ മലയാളം, ഹിമ സച്ചിദാനന്ദൻ, വിനീത മനമേൽ, K. സന്ധ്യ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരുവില്ലാമല പോലീസ് ഔട്ട്പോസ്റ്റിന് സമീപം മരക്കൊമ്പ് പൊട്ടിവീണ് ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞു. ഇതേ തുടർന്ന് തിരുവില്ലാമല ഒറ്റപ്പാലം പ്രധാന പാതയിൽ ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മരക്കൊമ്പ് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മൂന്നുമുറി ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മെയ് 3 മുതൽ 10 വരെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കൽപ്പകശ്ശേരി വേണു മൂസത് യജ്ഞാചാര്യനും ശങ്കരനാരായണ നമ്പൂതിരി, മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരുമാകും. ക്ഷേത്രം ഭാരവാഹികളായ P. പ്രഭാകരൻ, ജയകുമാർ പൊലിയടത്ത്, P. ഭാസ്കരൻ, M. വിനോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കടലിലെ അത്ഭുത ജീവി എന്നറിയപ്പെടുന്ന കടൽ കുതിരയെ കയ്പമംഗലം വഞ്ചിപ്പുര കടപ്പുറത്തു നിന്ന് കണ്ടെത്തി. പെരിഞ്ഞന സ്വദേശി കോച്ചാട്ട് രാകേഷാണ് പ്രഭാത സവാരിക്കിടെ കടപ്പുറത്തടഞ്ഞ നിലയിൽ കടൽ കുതിരയെ കണ്ടത്. ഉടൻ തന്നെ ഒഴിഞ്ഞ കുപ്പിയിൽ വെള്ളം നിറച്ച് കടൽ കുതിരയെ സംരക്ഷിക്കുകയും വന്യജീവി സംരക്ഷകനായ പെരിഞ്ഞന സ്വദേശി ശ്രീജിത്ത് ഗംഗാധരൻ എത്തി ആറാട്ടുകടവ് കടലിൽ കടൽ കുതിരയെ ഒഴുക്കിവിടുകയും ചെയ്തു. സമുദ്രത്തിലെ ചൂടുള്ള പ്രദേശങ്ങളിലാണ് കടൽ കുതിരയെ കാണാറുള്ളതെന്ന് പറയുന്നു. CPM കുന്നത്തങ്ങാടി, അരിമ്പൂർ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അരിമ്പൂരിൽ തണ്ണീർ പന്തലും തണലിടവും ഒരുക്കി. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ഒരുക്കിയ തണ്ണീർ പന്തൽ CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു.
കടുത്ത വെയിലിനെ പ്രതിരോധിക്കാൻ സംഭാരമുണ്ടാക്കി വിതരണം ചെയ്താണ് സംഘാടകർ തണലിടം സജീവമാക്കിയത്. കർഷക സംഘം അരിമ്പൂർ മേഖലാ സെക്രട്ടറി ഇ.കെ. ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സിപിഎം അരിമ്പൂർ ബ്രാഞ്ച് സെക്രട്ടറി ജിനേഷ് എടക്കാട്ട്, സിപിഎം കുന്നത്തങ്ങാടി ലോക്കൽ സെക്രട്ടറി കെ. രാഗേഷ്, സിപിഎം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം കെ.ആർ. ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭാ പരിധിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനായി തയ്യാറാക്കിയ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രത്യേക ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മെയ് 15-ന് മുൻപായി എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ശില്പശാലയിൽ വൈസ് ചെയർമാൻ പി.ജി. ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പുഷ്പ ജോൺ, ടി. സോമശേഖരൻ, മിനി മോൻസി, ആർഷ ജിജു, മിഷ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ അഷ്ടപതി തിയേറ്റേഴ്സിന്റെയും കോട്ടപ്പുറം കിഡ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാരിത്താസ് ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മാമോഗ്രാം ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. അഷ്ടപതി പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ എം.കെ. സഗീർ അധ്യക്ഷത വഹിച്ചു. കിഡ്സ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ വിനു പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി. അഷ്ടപതി സെക്രട്ടറി പി.എം. മനീഷ്, ട്രഷറർ ഇ.ഒ. ജോൺസൺ എന്നിവർ സംസാരിച്ചു. കോർഡിനേറ്റർ ഗ്രേസി ജോൺ, ലിൻഡ എന്നിവർ നേതൃത്വം നൽകി. എം.പി. മനോജിന്റെ ചികിത്സാ ഫണ്ടിലേക്കുള്ള ധനസഹായം നഗരസഭാ ചെയർപേഴ്സൺ ഏറ്റുവാങ്ങി. ചിയാരം വിജയമാതാ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ മെയ് 9 മുതൽ 11 വരെ ആഘോഷിക്കും. മെയ് 1-ന് തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ മോൺസിനോർ ജോസ് കോനിക്കര കൊടിയേറ്റം നിർവഹിക്കും. മെയ് 9 വൈകിട്ട് 4-ന് തിരുനാൾ കൂട് തുറക്കലും രാത്രി അമ്പ് പ്രദക്ഷിണവും നടക്കും. തിരുനാൾ ദിവ്യബലിക്ക് പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രം വികാരി ഫാദർ അമൽ ചാഴൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് ദേവാലയ വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ, കൺവീനർമാരായ മേജോ കളപ്പുരയ്ക്കൽ തുടങ്ങിയവർ അറിയിച്ചു. ആളൂർ SNDP സമാജം എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ബുധനാഴ്ച ഗണപതി ഹോമം, പാരായണം, മഹാസുദർശന ഹോമം, ലളിതാ സഹസ്രനാമജപം, ദീപാരാധന എന്നിവ ഉണ്ടാകും. ആലപ്പുഴ കുരുമ്പേമഠം മുരളീധരനാണ് യജ്ഞാചാര്യൻ. 30-ന് നടക്കുന്ന പൂമൂടൽ, മംഗളാരതി സമർപ്പണം എന്നിവയോടെ യജ്ഞം സമാപിക്കും. കൊടകര അഴകം പ്രദേശത്തെ ഏതാനും കുടുംബങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഹൃദയ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ടി.ജി. അജോ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ആശ രാമദാസ് മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നടത്തി. അസോസിയേഷൻ സെക്രട്ടറി ടി. മോഹനൻ, ട്രഷറർ N.F. വർഗീസ്, വൈസ് പ്രസിഡന്റ് സെറി ജെയ്സൺ, സാംസൺ അഴകം എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തലും സംഭാര വിതരണവും ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് പി.ആർ. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അമ്പിളി സജീവൻ, ഭരണസമിതി അംഗങ്ങളായ നിഷി ശശിധരൻ, ഡേവിസ് പൊഴോലിപ്പറമ്പിൽ, എസ്. ഹരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വേനലവധിക്കാലം അറിവിന്റെയും വിനോദത്തിന്റേതുമാക്കാൻ കുട്ടികൾക്കായി വിളക്കാട്ടുപാടത്ത് സൗജന്യ ഡ്രോൺ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ജനകീയ ചലച്ചിത്രവേദി, ദേവസൂര്യ കലാവേദി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജനകീയ ചലച്ചിത്രവേദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഫി നീലങ്കാവിൽ പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിശീലകൻ വിപിൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഡ്രോണുകളുടെ പ്രവർത്തന രീതി, നിയന്ത്രണ സംവിധാനങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് പ്രായോഗിക പരിശീലനം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,025 രൂപ, പവന് 1,12,200 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ വെങ്ങിനിശ്ശേരി കപ്പക്കാട് സഹോദരങ്ങൾ ഉൾപ്പെടെ 4 കുട്ടികൾക്ക് ഇടിമിന്നലേറ്റു. ഷട്ടിൽ കളിക്കുന്നതിനിടെയായിരുന്ന അപകടം. പൊള്ളലേറ്റ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അരമണിക്കൂർ ലോഡ് ഷെഡിംഗ്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള സമയങ്ങളിലാണ് നിയന്ത്രണം. വൈദ്യുതി മുടക്കത്തിൽ വ്യാപക പ്രതിഷേധം. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ ഭാഗികം. വാഹനങ്ങൾ തടഞ്ഞും വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ചും ഹർത്താൽ അനുകൂലികൾ. പാടൂർ ഇടിയഞ്ചിറയിലെ താൽക്കാലിക മണൽബണ്ട് പൊളിക്കാനുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ ശ്രമം തടഞ്ഞ നാട്ടുകാർ. റെഗുലേറ്റർ ഷട്ടറുകളിൽ ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കാതെയാണ് ബണ്ട് പൊളിക്കാൻ ശ്രമിച്ചതെന്ന് ആക്ഷേപം. കൊടുങ്ങല്ലൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിലെ നടപ്പാത നിർമ്മാണം പ്രഹസനമെന്ന ആക്ഷേപം. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ നാട്ടുകാർ രംഗത്ത്. ആമ്പല്ലൂരിലെ സർവീസ് റോഡിൽ നിരന്തരം സ്ലാബുകൾ തകരുന്നത് അപകടക്കെണിയാകുന്നു. വാടാനപ്പള്ളി ഗണേശ് മംഗലത്ത് ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വ്യാപാരി നേതാവ് മരിച്ചു. താലൂക്കുളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രബോസ് ആണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ.